അങ്ങനെ അയ്യപ്പനെ കാണാൻ തോന്നിയെങ്കിൽ ഒരു കാര്യം ചെയ്താൽ അമ്മ ഒരു കുറച്ച് ദിവസം വ്രതം എടുക്ക്, നമുക്ക് ഏതെങ്കിലും 1-ാം തീയതി അടുപ്പിച്ചങ്ങ് പോവാം. അല്ല എനിക്കെന്തോ കുറച്ച് നാളായിട്ട് അങ്ങനെ ഒരു വിചാരം, ഇച്ചിരി ദൂരെ ഒരു അമ്പലം വരെ ഒന്ന് പോകണമെന്ന്. ആ പോവാന്നോ? എനിക്ക് കുളത്തൂപ്പുഴ അമ്പലത്തിലൊന്ന് പോയിക്കൂടെ. എന്താണ്ട് ഞാനേ ഇവിടെ കണ്ട ഈ അരിമ്പാറ വന്നപ്പോൾ ഞാൻ നേർന്നതാണ്, അമ്പലത്തിലെ ആ കുളത്തിലെ അരി ഇട്ടാൽ ഇത് പോകുമെന്ന്. സൂക്ഷം നേർന്നപ്പോൾ തൊട്ട് അത് മങ്ങി തുടങ്ങി. ഇതാ ഈ കളറും അതും മങ്ങി തുടങ്ങി. എനിക്കതങ്ങനെ ഒരു ഭയങ്കര വിശ്വാസമായ അമ്പലം, ഭയങ്കര വിശ്വാസം. എന്നെ ഒന്ന് അവിടെ കൊണ്ടുപോകാം. ശബരിമല പോണ്ട, കുളത്തൂപ്പുഴ പോയാൽ. അയ്യോ, ഒരു പ്രാവശ്യം പോയി മക്കളെ, വേറെ ഒന്നും വിചാരിക്കരുതേ. ശാസ്താവേ വരാൻ ഇഷ്ടമാണ്, ആവതില്ല. ഒരു പ്രാവശ്യം വന്ന് ഇനി വന്നാൽ 2 പ്രാവശ്യം ആയാൽ അത് പോരാ, പിന്നെയും പോണ്ടി വരിക്കുന്നു. ആവതില്ല എന്നിട്ടാണേ. വാങ്ങിച്ചോടാ. എന്താ തിരുവില അവിടെ ഒരു മാവ് നിൽക്കണില്ലേ, അതൊന്ന് വീണതാ. എൻ്റെ അതേ സ്വഭാവം. താളി അല്ലല്ല, എവിടെ കിടക്കുന്നത് എനിക്കത് നുള്ളി പറക്കില്ലെങ്കിൽ സമാധാനം വരത്തില്ല. നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെ മാങ്ങകൾ കിട്ടിയിരുന്നാ, എത്ര പിള്ളേര് നോക്കിട്ടാണ് പോകാൻ ആർക്കും വേണ്ട, നല്ലത്. പക്ഷെ ഇതൊക്കെയാ ഈ ചക്കയും മാങ്ങയൊക്കെ വീണ് പഴുക്കണ കാലത്തൊന്നും ആർക്കും വേണ്ട. ഇത് കിട്ടാത്തൊരു സമയം ഉണ്ടാവുമല്ലോ, അപ്പണ്ട് ഇതിന്റെ പിന്നാലെ ഒരു പരിധി നടക്കല്. ഞാനൊക്കെ ചെറുപ്പത്തിൽ സ്കൂളിട്ട് വരുമ്പോ ഇവിടെ ഒക്കെ ആകെ ഒലിപ്പിച്ച് ഒരു മാങ്ങ ഒഴിവാക്കിയിരുന്നില്ല ഞാൻ. ഇപ്പൊ പിന്നെ ആർക്കും ഇതിനൊന്നും സമയമില്ല, നാട്ടിലാർക്കും കൃഷി ചെയ്യാനും സമയമില്ല, ഒന്നും നോക്കാനും സമയമില്ല. ഇപ്പം കൃഷിയിലുള്ള സാധനങ്ങളും ആർക്കും വേണ്ട. വെറുതെ ഇറങ്ങിയാൽ ആവശ്യം അല്ല, അതന്നെ പാർക്കും കൃഷി നോക്കാനൊന്നും സമയമില്ല. നോക്കിയിട്ട് കാര്യമില്ല, 10 പൈസയുടെ ഗുണമില്ല. ഇപ്പൊ ഞാൻ എന്റെ വാഴത്തോട്ടല്ലേ, ഒരിഞ്ഞ വെയിലായോണ്ട് 2 പേരെ പണിക്ക് കാലത്തും വൈകിട്ടും വെള്ളം നനച്ച് കൊടുന്നാണ്. എത്ര പൈസ ഞാൻ ചെലവാക്കി. ഇപ്പൊ പെട്ടെന്ന് ഒരു 5-6 ദിവസം മഴ അങ്ങോട്ട് പെയ്ത് സകല വാഴി ഒടിഞ്ഞു പോയില്ലേ, വെള്ളം കയറിയിട്ട്. എത്ര പൈസ ചെലവാക്കി. അതിപ്പോ നേരവണ്ണം നിൽക്കുകയാണെങ്കിൽ ഓണത്തിന് കൊല ചേരായിരുന്നു. അത് പറ്റുമോ? പറ്റൂല. നിർത്തി. ആ വാഴത്തോട്ടം മുഴുവൻ വിൽക്കാൻ തീരുമാനിച്ചു. ഇനി വേണ്ട, കൃഷി വേണ്ട. അത് വിൽക്കടാ, നമുക്ക് പറ്റൂല. അത് ഈ കാശ് ഇങ്ങനെ ഭൂമിയിലേക്ക് ഇറക്കാന്നല്ലാതെ നമുക്ക് കിട്ടണ്ടേ. പണിയെടുക്കണതിന് ഒരു ഗുണം വേണ്ടേ. അത് ശരി തന്നെ, പക്ഷെ കൈക്കണങ്ങിയ വസ്തുക്കൾ വിറ്റ് കഴിഞ്ഞാൽ പിന്നെ മേടിക്കാൻ പറ്റുമോ നമുക്ക്? വേണ്ടെന്നേ, ഇനി അതൊന്നും വേണ്ട, വേറെ എന്തെങ്കിലും നോക്കാം. അത് ചുളു വിലക്കാണ്ട് കൊടുക്കാതല്ലേ. അയ്യോ കൊടുക്കാം. അത് വേണ്ട. അങ്ങനെ അതാ ഞാൻ പറഞ്ഞത്, കൊടുത്താൽ പിന്നെ നമുക്ക് പിന്നെ ഒരു വസ്തു ആ പ്രണയം തോന്നി പിന്നെ തിരിച്ചു മേടിക്കാൻ പറ്റുമോ വസ്തു? ആലോചിച്ചും കണ്ടും വേണം എന്തും എടുത്ത് ചാടി ചെയ്യാനുള്ളത്. ഞാൻ പറഞ്ഞേ നിന്റെ അല്ല, നിങ്ങക്ക് താല്പര്യമില്ലെങ്കിൽ കൊടുക്കണില്ല. താല്പര്യമില്ല എന്നല്ല, നമ്മൾ ഇത്രയും നാളും പാടുപെട്ടിന് എന്തെങ്കിലും ഒരു ഇത് വരണ്ടേ. കൊടുക്കുമ്പോ ആലോചിച്ചും കണ്ടും വേണം ചെയ്യാനെന്നേ ഞാൻ പറഞ്ഞു. എന്തായാലും എനിക്കിനി അത് നോക്കി നടത്താൻ വയ്യ. ഞാനത് ചുളു വിലക്ക് കിട്ടിയാൽ കൊടുക്കാൻ തീരുമാനിച്ചാണ്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഈ വാഴപ്പാടം നീയാണ്ട് എടുത്തോ. ആ, ഞാനത് നിന്റെ പേർക്ക് എഴുതി തരാം, നീയാണ്ട് കൊണ്ടുവരത്തിക്കോ. അച്ഛപ്പി വാഴത്തോട്ടം മേടിക്കാൻ പോവാ. മാമന്റെ വാഴത്തോട്ടം അച്ഛൻ മേടിക്കുന്നു. ആണ് എന്ത് വാഴത്തോട്ടം മാത്രല്ല, എന്റെ ചീരത്തോട്ടവും ഞാൻ അവന് കൊടുക്കാൻ പോവാ. ഇവിടെ മനുഷ്യനെ 5 പൈസ കയ്യിലായിരിക്കുന്നത്. ഇത് എന്തിനാടാ ഇതിങ്ങനെ ചെയ്യുന്നത്? നീ അമ്മാവന്റെ മീശ വേറെ അവിടെ പോയി വരയ്ക്കാനുള്ള. നീ സംസാരിക്കാതിരുതെങ്ക, അവൻ വരയ്ക്കട്ടെ മക്കളെ. ഇച്ചിരൂടെ ചുണ്ടൻ വെള്ളം പോലെ വരണേ. ആ സൈഡ് കുഴപ്പമില്ല, ഈ സൈഡും കൂടെ ഒന്ന് അങ്ങനെ ആക്കിയേ. അവിടെ കൂടെ അങ്ങനെ. ഈ പൊടിയെടുക്കൽ ഇന്ന് നിർത്തിക്കോട്ടെ, ഞാൻ അരിച്ചു വെച്ചങ്ങനെ പൊടിയെടുത്തിട്ട് കളി. കൊച്ചിൻ്റെ എന്തെങ്കിലും ഒരു കലാപരമായ കഴിവ് വികസിച്ച് വരട്ടടി, അതിന് നമ്മൾ ഇച്ചിരി നിന്നൂട്, ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. ആ മക്കൾ ഇച്ചിരൂടെ അവിടെ അങ്ങോട്ട് പോട്ടെ. അങ്ങനെ തന്നെ. നോക്കട്ടെ, തങ്ക ഒന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് എങ്ങനെയുണ്ട് നോക്കട്ടെ. എന്താ ആഹാ, ഇപ്പൊ ഏതാണ്ട് നമ്മളെ ഗിരിരാജ അമ്മാവന്റെ മീശ പോലെ തന്നെ ഉണ്ട്. നീ നോക്കിക്കോ തങ്കം, എന്റെ മോൻ ഭാവിയിൽ വലിയൊരു ആർട്ടിസ്റ്റ് ആവും. ബനിയനൊക്കെ നോക്കിയ ദൈവമേ, പോയി കൈ കഴിട്ട് വന്നേ, എല്ലായിടത്തും നോക്കാൻ. കുടുംബത്തോട് അരിപ്പടിയും വെച്ച് മീശവാദം കളിച്ചു വിടുന്നു. മേളില് ഇഷ്ടദാനം എഴുതി കൊടുക്കും. മനസ്സിലായില്ല? അമ്മാവിന്റെ വാഴപ്പണ കനകമ്മച്ചമ്മിക്ക് കൊടുക്കുന്നത്.
അമ്മാവന്റെ വാഴപ്പണ കനകമ്മച്ചമ്മയ്ക്ക് എഴുതി കൊടുക്കുന്ന കാര്യം പറയുന്നത് ഞാൻ 2 കണ്ണുകൊണ്ട് കണ്ടു, 2 ചെവി കൊണ്ട് കേട്ടു. ആ നിന്റെ കണ്ണും ചെവിയും കൊണ്ട് കേട്ടതാണെന്നുണ്ടെങ്കിൽ നിനക്ക് മിസ്റ്റേക്ക് പറ്റിയത്. ഇത് അമ്മ വാഴപ്പഴമെന്ന് വല്ലതും പറഞ്ഞായിരിക്കും വാഴത്തോട്ടം കേട്ടത്. വാഴപ്പഴം അതിലേക്കടെ ഭാവിയിൽ ഒരു ബൈപ്പാസ് വരുന്നുണ്ട്. അപ്പൊ ഈ വാഴപ്പണയ്ക്ക് ഭയങ്കര ലക്ഷങ്ങൾ വില കൊടുത്താൽ കിട്ടത്തില്ല. അപ്പൊ പഴം നിന്നോണ്ട് ഇരിക്കത്തുള്ളൂ കുടുംബം മൊത്തം. നീ കാര്യമായിട്ട് പറഞ്ഞാണ്? പിന്നെ കാര്യമായിട്ട് തമാശ ഇവിടെ ഒന്ന് പറയും. ഇങ്ങനെ എന്റെ കാര്യമൊന്നും പറഞ്ഞില്ലേ? ഒന്നും പറഞ്ഞിട്ടില്ല. അത് ഇഷ്ടദാനം ഇന്ന് എഴുതുന്നോ നാളെ എഴുതി കൊടുക്കും. അതെന്ത് പരിപാടി? അതൊന്നും അറിയണമല്ലോ. മറിക്കേ അങ്ങനെ വിട്ടാ പറ്റൂല്ലോ. ചോദിക്കാനും പറയാനും ഇവിടെ ആരും ഇല്ലേ? ഇപ്പൊ ഒരു അട്ടഹാസവും പൊട്ടിത്തെറിയും പടക്കം പൊട്ടലും ഒക്കെ കേൾക്കാം. ശ്രദ്ധിച്ചിരുന്നു. കനക അമ്മ ഒന്നും കൂടെ വന്നേ. അമ്മാവനുണ്ടെങ്കിൽ അമ്മാവനെ കൂടി വിളിച്ചോ. എന്താ കാര്യം? അല്ല ശ്രീരാമ, ഏ? എന്ത് മീശൊക്കെ വരച്ചിട്ട് അതെ വിഷയം മാറ്റണ്ട. ചോദിക്കടി അങ്ങോട്ട്. തുടരുത് നീ ഇനി ആട്ടും തോലിട്ട് ഒരുപാട് അഭിനയിക്കണ്ട. നീ ചെന്നായാണ് ശരിക്കും ചെന്നായ. ഏത് നാടകത്തിൽ ശരി അല്ല, ശരിക്കും ഞാൻ ഇവിടുത്തെ ആരാണ്? നിനക്ക് അറിഞ്ഞൂടെ നീ ആരാണെന്ന്? ആരാ? നിങ്ങളുടെ മകളാണോ ഞാൻ? ആണോ? അത് സംശയമായ ഇപ്പം. അമ്മാവൻ ആരാ? ഇടാ അമ്മാവൻ ആരാ? ഇതിപ്പോ ഏത് നാടകങ്ങൾ കളിക്കുന്നു? ഓഹോ നടാ. ഞങ്ങളല്ല, നിങ്ങളെല്ലാവരും കൂടിയാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ കുടുംബത്തിലെ എന്താണെങ്കിലും ഒരു മൊട്ടുസൂചി ആണെങ്കിലും അതിനകത്ത് എനിക്കും കൂടി അവകാശമുണ്ട്. നീ ആദ്യം ദേഷ്യം വരുന്നുണ്ടോ? എന്റെ മുഖം തുടക്കാനാണോ നിങ്ങൾക്ക് നിർബന്ധം? എന്താ പ്രശ്നം? എന്താ അമ്മാവന്റെ വാഴ അമ്മാവന്റെ വാഴത്തോട്ടം എനിക്കും കൂടി അവകാശപ്പെട്ടത്. അതങ്ങനെ ഇവന് തന്നെത്താനെ അങ്ങോട്ട് എഴുതി കൊടുക്കാന്ന് വിചാരിക്കണ്ട. എന്താ ഏത് വാഴത്തോട്ടത്തിന്റെ? അമ്മാവൻ വിടരുത് അമ്മാവാ. ശരിക്കും ഉണ്ടാൻ പാടില്ല. ഞാൻ ഒരു കാര്യം പറയാം. ഈ നിൽക്കുന്ന രണ്ടും ഈ വയറ്റിൽ പിറന്നാണെങ്കിൽ ഈ രണ്ടിനും തുല്യ അവകാശമുണ്ട്. ഒരു അമ്മ അയ്യോ ഒരുപാട് അഭിനയിക്കല്ലേ എന്റെ കനക. നീ ഒരുപാട് അമ്മയ്ക്ക് ഇങ്ങനെ മനസ്സ് വന്നമ്മേ. ഞാൻ എന്തോ ചെയ്തെന്നാ നിങ്ങൾ? ഇത് ഈ വയറ്റിൽ പിറന്നല്ലേ? ഇവക്ക് അവകാശം ഇല്ലേ ആ വാഴത്തോട്ടത്തിൽ? ഒരാളിന് മാത്രം എഴുതി കൊടുക്കണേ. ഇവന് അമ്മാവന്റെ ശരി, അമ്മാവൻ ശരി. ഇവൻ എന്തോ കൂടോത്രം ചെയ്ത് അമ്മാവനെ കറക്കി വെച്ചേക്കാണ്. അമ്മാവൻ ഇവനെ എഴുതി കൊടുക്കുവാണെന്ന് പറഞ്ഞപ്പോ അമ്മയുടെ നാക്ക് എവിടെയായിരുന്നു? അമ്മയുടെ മോളല്ലേ ഞാൻ. അല്ല, അമ്മാവന്റെ വാഴത്തോട്ടം എവൻ എഴുതി കൊടുക്കാൻ പോണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? ഞങ്ങള് പത്രത്തിൽ വായിച്ചു. നീ പത്രത്തിലിട്ടാടാ? എല്ലാരും കൂടെ ചേർന്നങ്ങ് ഗ്രൂപ്പ്. ഒരു കാര്യം ഞാൻ പറയാം. എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഇത് ഞാൻ സമ്മതിക്കൂല. അഥവാ എന്നെ മറിച്ച് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ കേസിന് പോകും. നീ എന്താ പുലർന്നിട്ടാണ് പറഞ്ഞത്? നീ ഒന്നും പറയണ്ട. അതിന്റെ സൗകര്യം ഞാൻ ഇപ്പൊ എങ്ങനെ നിനക്കല്ലേ ആങ്ങള സ്നേഹം? ആങ്ങള ഞാൻ ചത്താൽ ഇവൻ എന്റെ കൂടെ ഉണ്ടാവും ഞാൻ കരുതി. പറ. ഒന്നും പറയണ്ട. എല്ലാരും കൂടെ ചേർന്നിട്ട് ഇങ്ങനെ ഒരു പ്ലാനിങ് വേണോടി. ഇതൊക്കെ നിനക്ക് വേണം. അനുഭവിച്ചോ? കഴിഞ്ഞിനി ഈ വീടുമായിട്ടുള്ള ഇടപാട് നിർത്തിക്കോണം. അല്ല തങ്കം, ഞാൻ പിന്നെ നിങ്ങൾ ഓസിന് കൊടുക്കണ്ട. വല്ല മക്കപ്പിച്ച വേണമെങ്കിൽ ഞാൻ തരാം. പറ, അങ്ങനെ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ പറ, ഞാൻ തരാം. പിന്നെ തങ്കം, ഇനി ഇങ്ങനെ തന്നില്ലെങ്കിൽ ഉണ്ടല്ലോ, ഇങ്ങനെ തൊട്ടടുത്ത് കിടക്കുന്ന വാഴത്തോട്ടം ഞാൻ പൈസ കൊടുത്ത് വാങ്ങിക്കും. ഇവിടെ മനസ്സുണ്ട് എനിക്ക്. നല്ല കാര്യമുള്ളതാണോ ഇത്? റൊണാൾഡോ നമ്മള് രാവിലെ പറയുന്നത് കേട്ടിട്ട് പോയില്ലേ? അവ എന്തേലും പറഞ്ഞു കൊടുത്തിണ്ടാവും. ഇതൊന്ന് തിരിഞ്ഞ് കൈ വേനെടുക്കുന്ന. ഞാൻ ആലോചിക്കായിരുന്നേ തങ്കം, നമ്മൾ ജീവിതത്തിൽ ഒരു മനുഷ്യരിലും പ്രതീക്ഷ വെക്കരുത്. വെച്ചാൽ നമുക്ക് എന്നും ദുഃഖവും സങ്കടവും തന്നെ ആയിരിക്കും. അതിന് സ്വന്തം മക്കളിലായപ്പോലും ഉടപ്പറപ്പിലായപ്പോലും ഒന്നിനും വിശ്വസിക്കരുത്. പക്ഷെ ഇവര് എന്നോട് ഇങ്ങനെ ചെയ്യുന്ന ഞാൻ ഒട്ടും വിചാരിച്ചില്ല ക്ലീറ്റോ. ഞാൻ വിചാരിച്ചില്ലല്ലേ. അവർ എന്നോട് എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ പോട്ടെ, നിന്നോട് ഇങ്ങനെ കാണിക്കാന്ന് പറഞ്ഞാൽ പിന്നെന്താണ്? ഇവൻ എന്തെങ്കിലും ഇരിക്കുന്നത്? നിനക്ക് എന്ത് പറ്റി? നിന്റെ അറിയും ചത്താ? ഇതിലും ഭേദമായിരുന്നു. ഞാൻ വളരെ രഹസ്യമായിട്ട് ഒരു കാര്യം ഇവിടെ വന്ന് പറഞ്ഞത് ഉടനെ പോയി കൂട്ടി ചോദിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ നീ അത് പിന്നെ എന്തിനാ ഇവിടെ ഒന്ന് പറഞ്ഞെന്തിനാ? അത് ഞാൻ ക്ലീറ്റമ്മച്ചമ്പ എടുത്ത് പറഞ്ഞല്ലേ. ക്ലീറ്റമ്മച്ചമ്പിനോടാ പറഞ്ഞെങ്കിൽ ക്ലീറ്റമ്മച്ചമ്പിയാ പോയിട്ട് വഴക്കുണ്ടാക്കിയത്. അതിനു മുമ്പേ ചാടിത്തുള്ളി ഇറങ്ങിപ്പോ തങ്കച്ചേട്ടത്തിയാണല്ലോ. അവിടുന്ന് കേട്ട ഒറ്റപ്പാട് അട്ടാസം മൊത്തം നിങ്ങളുടെയായിരുന്നു. ശരി, അട്ടഹാസം അതെല്ലാം എന്റെയാണ്, സമ്മതിച്ചു. ഇതിപ്പോ ഞാൻ എന്റെ വീട്ടുകാരായിട്ട് വഴക്കുണ്ടാക്കി, ഞാനും എന്റെ ഭർത്താവാണ് ഉണ്ടാക്കിയത്. നിനക്ക് എന്തായാലിപ്പോ? അവരിപ്പോ എന്നെ കാണുമ്പോ മിണ്ടുന്നില്ല. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അത്ഭുത ജീവികൾ നോക്കുന്ന പോലെ നോക്കും. അവര് മിണ്ടിയില്ലെങ്കിൽ നിന്റെ അരി വേവൂലടേ. എടാ, ഇങ്ങോട്ട് വേണ്ടെങ്കിൽ അങ്ങോട്ടും വേണ്ടാ. മിണ്ടണ്ടെന്ന് വെക്ക്, കളയ്. നമ്മളെ അവിടെ ഉള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ചൊക്കെയാണ്.
ഇനി അവരുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. അത് ഞാൻ തീരുമാനിച്ചിരിക്കുന്ന കാര്യം തന്നെയാണ്. മച്ചമ്മയ്ക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. എതിർഭാഗത്ത് ഇരിക്കുന്നത് തങ്കച്ചേട്ടത്തിന് അമ്മ ആങ്ങളെ അമ്മാവനൊക്കെയാ. ആ അമ്മയ്ക്കും ആങ്ങളയ്ക്കും അമ്മാവനും ഒക്കെ ഒരു ചിന്ത വേണം, ഇത് അവരെ ചോരയാണെന്നുള്ളത്. അതില്ലാത്തടത്ത് പിന്നെ എന്തിനാണ് അങ്ങോട്ട് പോയി ഞാൻ മോളത് മിണ്ടണ്ട. ഇനി അവരുമായിട്ട് ഒരു സഹകരണവും ഇല്ല. അവിടെ നമ്മുടെ ലില്ലിപ്പണ്ണില്ലേ? ആ ലിമോള് വരട്ടെ, അപ്പോഴത്തേക്ക് നമുക്ക് അത് അപ്പോഴത്തെ സൗകര്യം പോലെ. അവള് ഇനി അവളുടെ ചായ പൂനി അങ്ങോട്ടാണെന്നുണ്ടെങ്കിൽ അവളുമായിട്ട് മിണ്ടൂല, അത്രേ ഉള്ളൂ. ആരും ഒന്നും മിണ്ടാൻ പോണ്ടായി. അല്ല ഡാഡി, എനിക്ക് മിണ്ടാലോ. തക്കടു, നിനക്കും ഈ എല്ലാ നിയമങ്ങളും ബാധകം തന്നെയാണ്. എനിക്ക് വയസ്സ് പൂർത്തിയായില്ലല്ലോ. നിന്റെ നാക്കിന് പൂർത്തിയായിട്ടുണ്ട്, അതുകൊണ്ട് നീ ഒന്നും മിണ്ടണ്ട കേട്ടാ. അതൊന്ന് വിരിച്ചിട്ട് ക്ലീറ്റോ, ഇച്ചിരി പാല് കാച്ചിട്ടത് ഇവന് കൊടുക്കാൻ. എന്ത് കേറി പോടാത്ത കേറി പോകാത്ത പോകണ്ടല്ലേ? അഴുക്ക കൂട്ടങ്ങള് കാര്യം എന്താന്ന് അറിയാണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് എങ്ങനെയായിട്ട് വെക്കാണ്ടാക്ക? അല്ല, അവൻ ഇങ്ങനെ ഇടയ്ക്ക് ചാടി കളിച്ചിട്ട് ഓരോ പ്രശ്നം ഉണ്ടാക്കാറുള്ളത് നമുക്ക് സഹിക്കാം. ഇവളിത് എന്ത് കണ്ടിട്ടാണ്? എന്നാ കാര്യം എന്താന്ന് അവള് ചോദിക്കണ്ടേ? അത് ശരിയാണ് അമ്മാവൻ പറഞ്ഞ കണക്ക് തന്നെയാണ്. അവനാണെങ്കിൽ പിന്നെ നന്ദിയും ബോധമൊന്നും ഇല്ലാത്തൊരുത്തനാണ്. അവൻ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ എടുത്ത് എന്തെങ്കിലും കേട്ട അപ്പം അത് കേൾക്കാത്ത എടുത്ത് അടിപ്പുറപ്പെടും. പക്ഷെ അവള് ഇത്രയും കിടന്ന് അട്ടഹസിച്ചാണ് എനിക്ക് മനസ്സിലാവാത്തത്. നന്നാവില്ല, ഒന്നും നന്നാവില്ല. എന്നാ ഇങ്ങനെയാണ് സംഭവം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ചെന്നു. അവന് അവള് കണ്ട ഭാവം നടിക്കണ്ടേ? എത്ര നേരം അവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുക? നോക്കുമ്പോ അതിൻ്റെ ഇടയിൽ കൂടെ റൊണാൾഡോ ഇന്നെ കണ്ടപ്പോ തല വെട്ടിച്ചിട്ട് അകത്തേക്ക് ഒരു ഒറ്റ പോക്ക്. നാരദൻ അവനതിനൊക്കെ കാരണം. ഞാൻ ഇങ്ങനെ ഇരിക്കുക, ആ തക്കുടു പാവം അതുമാത്രം രണ്ടുപേരെയും കണ്ണു വെട്ടിച്ച് ഇടയ്ക്ക് ഇന്നെ നോക്കിയിട്ട് ഒന്നിങ്ങനെ ചിരിക്കും. എന്തിനു പറയുന്നു, ഞാനും ഒന്നോ കണ്ടിറങ്ങി ചെന്നായിരുന്നു. രണ്ടുപേരും കണ്ട ഭാവം കാണിച്ചില്ല. കുറേ നേരം ഞാൻ അവിടെ ഇരുന്ന് അവളെന്തെങ്കിലും എൻ്റെ അടുത്തൊന്നും മിണ്ടുമെന്ന് കരുതി. ഒരക്ഷരം മിണ്ടണമല്ലോ എൻ്റെ മോളെൻ്റെ കൂടെ. ദേഷ്യം വരുമ്പോഴും പിണങ്ങുമ്പോഴൊക്കെ ആൾക്കാർ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പെരുമാറുന്നത്. അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഈ കാര്യങ്ങളൊക്കെ അറിയുമ്പോ പിണക്കൊക്കെ മാറി എല്ലാം പഴയ പോലെ ആവും. എങ്ങനെ മാറാനാ? ഒരിക്കലും മാറില്ല. ഇതൊക്കെ അല്ലേ മക്കള്. എടാ, ഇവിടെ ലില്ലില്ലാത്താണ്. ഞാനിവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഭക്ഷണം കഴിക്കണമെന്ന് അവൾക്കറിയില്ലേ? മുമ്പൊക്കെ അവൾ ഇവിടെ വന്ന് വല്ല വെച്ചുണ്ടാക്കി തരാം, അല്ലെങ്കിൽ അവിടുന്ന് ഉണ്ടാക്കി തരുക ചെയ്തില്ലേ? വല്ല മൈൻഡ് ചെയ്ത അവള്? ഞാൻ എന്നിട്ട് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം മേടിച്ചു വരുമ്പോൾ ആ ക്ലീറ്റസ് ഇങ്ങനെ എൻ്റെ കുറുകെ അങ്ങോട്ട് പോകണം. എന്നാ അതെന്താണ്? ഭക്ഷണമാണോ? ഒരു വാക്കവം ഉണ്ടണ്ടേ? അവ തല തിരിച്ചിട്ട് അങ്ങോട്ട് പോയി. ഇവരെ നേരെ കണ്ട കണ്ട കൈ കിട്ടവനെ പാന്നി. എങ്ങനെയാ പട്ടി പോയത്? താഴെ വീഴുമല്ല. നിന്റെ ഒരു സാധനവും സൂക്ഷിക്കാൻ പറഞ്ഞത് സൂക്ഷിക്കരുത് കേട്ടാ. ഇത് എത്രാമത്തെ തോക്കാണടാ വാങ്ങിക്കുന്നത്? 5ാമത്തെ തോക്കാനടാ തോൽവി നിനക്കിത് മേടിച്ചു തരണത്. പയ്യെ പറ, പൊട്ടിക്കറിയായിരുന്നല്ലോ നിനക്ക്. പയ്യെ പറ. അമ്മ ഇത് വാങ്ങിച്ചെന്നപ്പോഴെന്റെ അടുത്ത് പറഞ്ഞ് ഇത് നീ പൊട്ടിയാലേ ഒന്നും വാങ്ങിച്ചു തരൂല. പറഞ്ഞല്ല, കാര്യം തന്നെയാണ് പറഞ്ഞത്. കിട്ടണത് മേടിച്ചോ അമ്മേരേന്ന്. പറഞ്ഞു കൊടുക്കില്ലേ ഡാഡി? ഞാൻ പറഞ്ഞു കൊടുക്കുകയൊന്നുമില്ല. നീയായിട്ട് നിനക്ക് എന്തേലും ഒരു സൂക്ഷിക്കാൻ അറിഞ്ഞൂടാ. എടുത്തോണ്ട് പോയി, എനിക്കറിഞ്ഞൂടാ. ഓ, ഡാഡിയും കൂടെ ഇങ്ങനെ അറിഞ്ഞ പിന്നെ ഞാൻ തോന്നിയിട്ട് പിന്നെ ഞാൻ എങ്ങനെ പറയണോടാ നിന്റെ അടുത്ത്? കന്നെന്തിരും കാണിച്ചിട്ട് അവൻ നിന്ന് കിടന്ന് അലയ്ക്കുന്നു. മാമനായിരുന്നേ ഇങ്ങനെയൊന്നും പറയൂല. പോട്ടെ മക്കളെ, സാരി ഇല്ലാന്നേ പറയുള്ളൂ. എന്തിനാന്നോ ഞാൻ ഈ വീട്ടിൽ ജനിച്ചത്. ജനിച്ച കാര്യമൊക്കെ ഇരുന്ന് പറയണവൻ ഒന്നുമില്ല അമ്മ. അവൻ ജനിച്ച ദിവസം ഏതാന്ന് ചോദിക്കായിരുന്നു. കൊണ്ട് പോകുമ്പോട്ട് അവന്റെ ബർത്ത്ഡേ എന്തെന്ന്. എന്തിനാണാവോ ജനിച്ച ദിവസം അറിഞ്ഞിട്ട്? ഓ, ഈ ചെറു പാവം മുത്തു പോയതുകൊണ്ടേ അവന് കളിക്കാനും അവൻ പറയാ അവന്റെ മാമനാണെങ്കിൽ അവനോട് ഭയങ്കര സ്നേഹമാണെന്ന്.
ഓ ഒരു മാമൻ. അല്ലെങ്കിൽ എല്ലാവരോടും സ്നേഹമാണല്ലോ. അല്ല അല്ല സ്നേഹം അതുകൊണ്ട് തന്നെ ഇപ്പം കണ്ടത്. അവന് സ്നേഹം എന്ന് പറഞ്ഞൊരു സാധനം അവന് ശകലമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഈ അമ്മാവൻ സ്ഥലം കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ നിന്നെ ഓർത്തോടിയേ ഓർത്തോ അവൻ. അതവൻ ചെയ്തത് തെറ്റാണ്. പക്ഷെ എന്നാലും അവനെ എഴുതി തന്നിട്ട് അവൻ എനിക്ക് എഴുതി തരുമായിരുന്നായിരിക്കും. എഴുതി തരുമായിരുന്നായിരിക്കും നീ അങ്ങനെ വിചാരിച്ചിരുന്നാൽ മതി. ഇപ്പം തരും നിനക്ക്. അങ്ങനെ തരണോന്നുള്ളവൻ അവൻ്റെ മനസ്സിൽ അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ആദ്യമേ ചെയ്യും. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ക്ലീറ്റോ വേറൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ, ക്ലീറ്റോന് ഇങ്ങനെ സൗജന്യമൊന്നും ഇഷ്ടമല്ലല്ലോ. ക്ലീറ്റോ അധ്വാനിക്കുന്ന ആളല്ലേ, സമ്പാദിക്കുന്ന ആളല്ലേ. അതെ, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കണം തങ്കം. അതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. ഞങ്ങൾ സമരം ചെയ്യണേ എപ്പോഴും അതിനാണ്. നമ്മുടെ അവകാശങ്ങൾ നേടി. ഇത് നിന്റെ അവകാശമാണ്, അതിൻ്റെ ഒരു വിഹിതം കിട്ടുക എന്നുള്ളത്. ഈ അവകാശവും ചുമതലയും ആ എന്താ അതെന്താന്നോ, നമുക്കും ചില ചുമതലകളില്ലേ പ്രായമായ ആൾക്കാരോട്. എന്ത് കൊടുക്കണ്ടേ അവർക്ക്? രാത്രി കഴിക്കാൻ അമ്മയ്ക്ക് വിശക്കൂലേ, ഗ്യാസ് കയറും. അയ്യോ, പിന്നെ അവർ ഉച്ചയ്ക്ക് പോയി കഴിച്ചല്ലോ. കടയിൽ നിന്ന് വാങ്ങിച്ചാൽ കളവൻ പോയി വാങ്ങിച്ചോണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഉച്ചയ്ക്കും ക്ലീറ്റോ സമ്മതിച്ചില്ലല്ലോ കൊടുക്കാൻ. ഞാൻ കൊടുക്കണ്ടെന്ന് പറഞ്ഞു തന്നെ. ഇങ്ങനെയുള്ള ആൾക്കാരോട് എന്തിനാണ്? അങ്ങോട്ടും ഇങ്ങോട്ടും വേണം പാല കിട്ടുക. അല്ലാതെ ഒരു സൈഡിൽ അങ്ങോട്ട് വാങ്ങിച്ചിങ്ങനെ അടുക്കിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. പക്ഷെ നമ്മള് എപ്പോഴും ഒരു കാര്യം ചിന്തിക്കണം ക്ലീറ്റോ. അത് ശരിയാണ്, നമുക്ക് ആ വാശി വിടണ്ട. പക്ഷെ ക്ലീറ്റോ കുറേ പൈസ കൊടുക്കാനുണ്ട്. കനകനും കൊടുക്കാനുണ്ട്, അമ്മയ്ക്കും കൊടുക്കാനുണ്ട്. അയ്യോ, അതൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, കൊടുത്തിട്ടുമുണ്ട്. ഇനി എന്താ നക്കാപ്പിച്ചല്ലോ ഉണ്ട്, അത് ഞാൻ കൊടുക്കും. കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാനത് കൊടുക്കും. എനിക്ക് ഒരുത്തൻ്റെ ഔദാര്യവും മോശവും ഒന്നും വേണ്ട. ഇനിയിപ്പോൾ നീ കൂടുതൽ സോപ്പിടണ്ട. ഇപ്പം അവിടെ ആഹാരം കൊടുക്കാൻ നിൽക്കണ്ട നീ കേട്ടോ. ക്ലീറ്റോ അത് എന്റെ അമ്മയാണ്, എന്റെ സഹോദരനാണ്, എന്റെ അമ്മാവനാണ്. എനിക്ക് കൊടുക്കാതിരിക്കാൻ പറ്റൂല. അമ്മയ്ക്കും സഹോദരനും അമ്മാവനും നിനക്ക് നിന്നെ വേണ്ടെങ്കിൽ പിന്നെ നീ എന്തെടുപ്പാനടി അവിടെ ഉണ്ടാക്കാൻ പോണത്? അപ്പൊ ഇനി അവരുമായിട്ട് ഒരു ബന്ധവും ഇല്ലേ? അവിടെ ആയിട്ടുള്ള ബന്ധം നമ്മൾ വിച്ഛേദിച്ചു. വിച്ഛേദിച്ചു എന്ന് പറഞ്ഞാൽ വിച്ഛേദിച്ചു, മുറിച്ചു മാറ്റി. അപ്പൊ മുറിച്ചു മാറ്റിയോ? മാറ്റി. ഉറപ്പാണോ? എനിക്ക് എന്റെ ഉറപ്പിന് ഒരു കുഴപ്പമില്ല. നിന്റെ ഉറപ്പിന് വ്യത്യാസം വരായിരുന്നു. ശരി, ഈ വിഷമം ഞാൻ അങ്ങ് സഹിച്ചോളാം. പെങ്ങള് വരുമ്പോ വാക്ക് മാറ്റരുത്, അത്രേ ഉള്ളൂ. അതിന് അവളെന്ത് ചെയ്ത്? അവൾ ആ വീട്ടിലല്ലേ? അവൾ ആ വീട്ടിലാണെന്ന് പറഞ്ഞാൽ അവൾ നമ്മളോട് ഒരു ദ്രോഹവും ചെയ്തില്ലല്ലോ. അവളുണ്ടെങ്കിൽ ഇതിന്റെ കൂട്ട് നിൽക്കൂല. അവൾ എന്റെ പെങ്ങള്, അവള് സമ്മതിക്കൂല. പെങ്ങളോട് സംസാരിച്ച പെങ്ങളുമായിട്ട് കൂട്ടുകൂടിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ പോകും. അത് പറയാനെന്നുള്ള അധികാരമൊന്നും ക്ലീറ്റോനില്ല. ഞാൻ ക്ലീറ്റോന്റെ അടിമയൊന്നും അല്ല. നീ പോണെങ്കിൽ പൊയ്ക്കോ, പിന്നെ ഇങ്ങോട്ട് വരരുത്. അവിടെ നിന്നോളണം. പിന്നെ ഭർത്താവിനെ വേണം, മക്കളെ വേണമെന്ന് പറഞ്ഞ് വരരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. അവിടെ അങ്ങ് താമസിക്കോളണം. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ അവരോട് ആരോടും ഒന്നും മിണ്ടില്ല. ഭക്ഷണം അവിടെ കൊണ്ടുവച്ചിട്ട് ഇങ്ങോട്ട് ഓടിപ്പോരാം. അയ്യോ വേണ്ട, നമ്മൾ വിച്ഛേദിച്ച ബന്ധം വിച്ഛേദിച്ചത് തന്നെ. വീണ്ടും അത് ജോയിന്റ് ആക്കാൻ നോക്കിയാൽ ചിലപ്പോൾ കറണ്ട് അടിക്കും. ഓ പറഞ്ഞാൽ മനസ്സിലാവാത്തവരും. എന്തോന്നടി ഇത്? ആ ശരി. ആ പിന്നെ നോക്കി വാ. ജംഗ്ഷൻ എന്നിട്ട് വിളിച്ചാലും മതി. ആരാ? ലില്ലിയെ ആ കൊച്ചുങ്ങളായിട്ട് ഇങ്ങോട്ട് ബസ്സിലോട്ട് കയറി. അതെ. എടാ, ഇനി അവളെ അങ്ങോട്ട് വിടരുത്. ഇനി അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കത്തില്ല. ഞാൻ എൻ്റെ കുടുംബത്തിലോട്ട് പോയിക്കോളാം. അതെന്താ ചേച്ചി അങ്ങനെ പറയണത്? കല്യാണം കഴിച്ചു കൊടുന്നു കരുതിയിട്ട് പെൺകുട്ടികൾക്കും ഇല്ല അച്ഛനമ്മയൊക്കെ. ഇനിയിപ്പോൾ ചേച്ചിക്ക് ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വാ, അവിടെ താമസിക്കാൻ പറ്റും. എന്തിനാ തറവാട്ട് പോണ്? എവിടെ? ഗിരിജാരിടയിലോട്ടാ? എൻ്റെ മോനെ, അതിനേക്കാളും ഞാൻ ഇവിടെ നിന്നോളാമേ. അല്ലെങ്കിൽ നാത്തും പോയി, ഇല്ലെങ്കിൽ അമ്മായിമ്മ പോയി. എന്താ മക്കളെ, ചായ കുടിച്ചാ? ഓ കുടിച്ച്. നമ്മളെ വീട്ടിലേ 2 മാമന്മാര് വന്നിരിക്കുന്നു. എന്തിനു മക്കളെ? കറണ്ട് കട്ട് ചെയ്യാൻ. കറണ്ട് കിട്ടിയാനാ? എവിടെ? ഇവിടത്തെ നമ്മളെ വീട്ടിലെ. നിങ്ങളുടെ വീട്ടിലെ? ഡാഡി ഇല്ലേ അവിടെ? ഇല്ല, ഡാഡി പുറത്തു പോയി. അമ്മയോ? അമ്മേ കറണ്ട് ബില്ലടിക്കാനേ പൈസ വയ്ക്കാൻ സുലു ആന്റിയുടെ വീട്ടിൽ പോയി. കണ്ട, അപ്പുറത്തെ വീട്ടിലെ സ്ത്രീയുടെ അടുത്ത് കാശ് കടം മേടിക്കാൻ പോയിരിക്കാം. ഇവിടെ ഉള്ള അറിയില്ല, അഹങ്കാരിയാണ് അവള്. വിളിച്ച് പറഞ്ഞായിരുന്നു നിങ്ങള്? ഇന്നലെ വിളിച്ചായിരുന്നു. അപ്പൊ ആരും ഫോൺ എടുത്തില്ല. ഇങ്ങോട്ട് സുലു ചേച്ചിയുടെ അടുത്ത് പൈസ മേടിക്കാൻ. കിട്ടിയ ബില്ലെടുത്ത ബില്ലെടുത്തോടെ
ഫോൺ വിളിച്ചപ്പോ അറിഞ്ഞില്ലല്ലോ നമ്മൾ, അതാണ് അല്ലേ അങ്ങോട്ട് വന്നേനെ. ഞാനിപ്പോ ഇതങ്ങ് അയച്ചേക്കാം. ആ, ഓക്കേ. കയറ്റേക്കാം. ജിപേ ആ ഓക്കെ. സുലിയോടെ ഇല്ലേടി? ആ അവിടെ ഉണ്ട്. എന്നിട്ട് പൈസ ഇല്ല. പൈസ ഉള്ള ആൾ ഇവിടെ നിൽക്കുമ്പോൾ അവിടെ തന്നെ പോയി ചോദിക്കണല്ലോ അല്ലേ? അടച്ചിട്ടുണ്ട്. ആ ശരി. എന്താ പ്രശ്നം? ബില്ലടച്ചില്ല, ഇപ്പൊ അടച്ചു. ആ ആ കനകൻ അയച്ചത് അതങ്ങ് കൊടുത്തേക്ക്. ആ പൈസ ഞാൻ 2 ദിവസത്തിനുള്ളിൽ തരാം. ചോദിച്ചില്ലല്ലോ. എന്നാലും ഞാൻ തരണമല്ലോ. നീ അമ്മാവന്റെ വാഴപ്പാടം വാങ്ങുന്നില്ല? അത് അമ്മാവൻ നിനക്ക് തരയല്ലേ? എനിക്ക് തരാൻ പോണോ നിന്റെ അടുത്ത് ആരാ പറഞ്ഞു? ഇവൻ എടാ ഞാൻ ഇത് ഇവനെ കൊടുക്കാന്ന് നീ എങ്ങനെ അറിഞ്ഞു? എടാ വാഴത്തോട്ടത്തിൽ ഒരു ലാഭമില്ല. 5-6 ദിവസം അടുപ്പിച്ച് പെയ്ത മഴയ്ക്ക് എല്ലാ വാഴ ഒടിഞ്ഞു വീണപ്പോ ഞാൻ പറഞ്ഞു കിട്ടിയ കാശിന് ഞാൻ തോട്ടം വിൽക്കാന്ന്. അപ്പൊ ഇവൻ പറഞ്ഞു അത് വിൽക്കണ്ടാന്ന്, എന്നാ തുച്ഛമായ പൈസക്ക് നിനക്ക് തരാന്ന് ഞാൻ അവനോട് പറഞ്ഞു. അപ്പോഴവൻ പറഞ്ഞു വേണ്ടാന്നാ. ഇതാണോ അവൻ നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞ്? ഞാൻ വിചാരിച്ച് നീ കൂടുതൽ വിചാരിക്കണ്ട, വിചാരിച്ചിടത്തോളമൊക്കെ മതി. ഇതൊരു വിചാരം. എന്താന്നടാ നീ? നിനക്ക് ഇത്ര ബോധമല്ലേടാ? എന്തെങ്കിലും കാര്യം കേട്ടാ കേട്ടത് കൃത്യമായിട്ട് വന്ന് പറയാൻ അറിഞ്ഞൂടെ അല്ലേ? ആയി തോന്നുന്ന ഒന്ന് പറഞ്ഞു കുടുംബകലം ഉണ്ടാക്കാനുള്ള മാന്യമായിട്ട് കിടക്കുന്നവരെ പറ്റി ഇപ്പൊ മോശം പറയേണ്ടി വന്നില്ലേ? ഈ ആങ്ങളാന്ന് പറഞ്ഞ എന്റെ ആങ്ങള ഉണ്ടല്ലോ, എന്റെ ജീവനാണ്. അവനെ എന്നെ തെറ്റിക്കാൻ നോക്കിയാലേ അത് നടക്കൊന്നുമില്ല, മനസ്സിലായല്ലോ? അമ്മാവെന്ന് പറഞ്ഞ ആരാടാ? അമ്മാവന് ഒരു വേറെ ദൂരം ഇല്ല. അത് ഒരു പൂവിലെ ഇതകളെ പോലെയാണ് ഞങ്ങളെല്ലാം കാണുന്നത്. അത് തന്നെ. ഈ ഒക്കത്തിരുന്ന് വളർന്നത് ഇവിടെ ആ ഇവിടെ ഈ ഒക്കത്തിരുന്ന് വളർന്നതാ ഞാൻ, അതറിയാവോ? ആ മനുഷ്യനാണ്. സോറി കേട്ടോ അമ്മാവാ. ഉണ്ടല്ലോ റൊണാൾഡോ ഒരു കാര്യം പറയുക, മര്യാദയ്ക്കാണെങ്കിൽ ഇവിടെ വന്നാൽ മതി. അല്ലെങ്കിൽ നീ പൊക്കോളാം. എല്ലാരും ഒന്ന് നിർത്തിക്കേ. ഞാൻ എല്ലായിടത്തും പറയില്ലേ റൊണാൾഡോ ഭയങ്കര കുഴപ്പമാണെന്ന്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായ? Aliens